ഗൂഗിൾ വളരെ വേദനയോടെയല്ലാതെ നമുക്ക് ഓരോ അപകട വാർത്തയും അതിപ്പോൾ എവിടെ നടന്നതായാലും ഒറ്റപ്പെട്ട സംഭവങ്ങളായാലും നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതിപ്പോൾ നോക്കൂ, കുഞ്ഞു മക്കളാണ്, എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയുന്നതിന് മുമ്പ് അവർക്ക് കണ്ണടച്ച് പോകേണ്ടി വന്നു. ഇന്നത്തെ പുലരി അവർ കാണാനില്ല. അവരുടെ കുഞ്ഞു ദേഹങ്ങളാണ് വീടുകളിലേക്ക് എത്തുന്നത്. നിശ്ചലമായി തങ്ങളുടെ മക്കളെ നെഞ്ചോട് ചേർക്കേണ്ടി വരുന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ അത് വല്ലാത്ത വേദനയും നടുക്കവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തുമാത്രം എന്താ പറയുക, വല്ലാത്തൊരു വേദനയോടെ അല്ലാതെ ഈ ദൃശ്യങ്ങളൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഗോകുൽ. രണ്ട് മണിക്കൂർ 6 മണി തൊട്ട് 2 മണിക്കൂർ ആ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം വീണ്ടും കരിമ്പയിലെ ഹോളിലേക്ക് എത്തിച്ച് പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാണ് കബറടക്കം ഉണ്ടാവുക. ഗോകുൽ, ആ കരിമ്പയിലെ വീട്ടിലേക്ക് സഹപാഠികളോ അധ്യാപകരോ ആരെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടോ, അതോ കരിമ്പനക്കൽ ഹാളിലേക്കാണോ അവരെത്തുക? ഇപ്പോൾ വലിയൊരു ജനസഞ്ചയം ആ കരിമ്പയിലെ ഈ കുട്ടികളുടെ ഓരോ വീടുകളിലേക്കും എത്തിയിട്ടുണ്ടാവും. ഇവർ തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ്. വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ കൂട്ടുകൂടി ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നല്ലാതെ ഈ വിഷയത്തെ കാണാൻ കഴിയില്ല. ഇവരുടെ വിയോഗം അത്രമേൽ വേദന ഓരോരുത്തരുടെ ഹൃദയത്തിലും ഉള്ളുനീർന്ന വേദനയായി, ഹൃദയം പിടയുന്ന വേദനയായി ഈ വിയോഗം മാറിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ 6 മണിയോട് അടുക്കാനാകുമ്പോൾ ഇപ്പോൾ എവിടെയാണ് ഈ ആംബുലൻസുകൾ എത്തി നിൽക്കുന്നത്? ഇനി എത്ര ദൂരമുണ്ട് വീടുകളിലേക്ക്? ഒരു 1/2 മണിക്കൂർ ഇനി ഇവിടെ നിന്ന് പാലക്കാട് നഗരത്തിൽ നിന്ന് ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസ് വിട്ടു. ഇപ്പോൾ അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ഇവരുടെ വീടുകളിലേക്ക് ഇവരുടെ മൃതദേഹങ്ങൾ എത്തിക്കും. അതിനുശേഷമായിരിക്കും 2 മണിക്കൂർ വീടുകളിൽ പൊതുദർശനം. അതായത് അത് പ്രധാനമായും ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ അടുത്ത നാട്ടുകാർക്കും ഒക്കെ തന്നെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ വീട്ടുകാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, തങ്ങളുടെ മക്കളെ 2 മണിക്കൂറെങ്കിലും വീടുകളിൽ വയ്ക്കണം, അല്ലെങ്കിൽ വീട്ടിൽ തങ്ങൾക്ക് കാണണം എന്നുള്ളതാണ്. കരിമ്പയിലേക്ക് ഇപ്പോൾ ആംബുലൻസ് പുറപ്പെട്ടു. ഇനി ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കും. ഇർഫാന, ആയിഷ, നിദ ഫാത്തിമ, റിദ ഫാത്തിമ, ഈ 4 പേർ വീടുകളിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ അവർ ജീവനറ്റ ദേഹങ്ങളായിട്ടാണ് മടങ്ങുന്നത്. ഈ വലിയ തോതിലുള്ള രോഷപ്രകടനം നമ്മൾ കണ്ടിരുന്നു. 4 പേരുടെ ജീവൻ ബലി നൽകേണ്ടി വന്നു. ഈ അനാസ്ഥ എന്താണ് എന്നുള്ളത് അവിടെ അധികൃതരെ ബോധ്യപ്പെടുത്താൻ ഇതിനു മുമ്പും പലവട്ടം പരാതികൾ നൽകിയിട്ടുള്ളതാണ്. ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. അതായത് അപകടങ്ങൾ അവിടെ തുടർക്കഥയാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് പരാതികൾ നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 4 പേർ അവരുടെ ജീവൻ ബലി നൽകേണ്ടി വന്നപ്പോൾ ഇന്നിപ്പോൾ യോഗം ചേരുന്നുണ്ട്. കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. ഗതാഗത മന്ത്രി റിപ്പോർട്ട് നൽകാൻ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്ര കാലത്തേക്കാണ് എന്നുള്ളതാണ്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവരുടെ കൂടെ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞ വാക്കുകൾ, ഞങ്ങൾ ഇനിയും ഇവിടെ ജീവിക്കേണ്ടവരാണ്. ഈ വിഷയം ഇതൊക്കെ കുറച്ചു നാൾ കഴിഞ്ഞാൽ എല്ലാവരും മറന്നേക്കും. പക്ഷേ ഈ നോവ് അത് അവരുടെ നോവായിട്ട് എക്കാലവും കൂടെയുള്ള ഒരു നോവാണ്, വിയോഗമാണ്. ഈ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഒരു അനാസ്ഥയുടെ കൂടി ഇരകളായിട്ടാണ് ഇവർ മടങ്ങുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് വലിയ ഒരു വേദനയായിട്ട് ഉള്ളിൽ അവശേഷിക്കുന്നതും. ഈ മഴക്കാലത്തൊക്കെ തെന്നിപ്പോകുന്ന, വളരെ വേഗത്തിൽ തന്നെ അപകടങ്ങൾ ഉണ്ടാക്കാനിടയുള്ള റോഡാണ്. ഇക്കാര്യം പലവട്ടം അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു നടപടിക്കും അവിടെ മുതിർന്നില്ല. ഈ ഗ്രിപ്പ്, മഴക്കാലത്ത് ഈ റോഡിൽ ഈ തെന്നൽ ഒഴിവാക്കാൻ വേണ്ടി ഗ്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് കുറെ കാലാന്തരത്തിൽ അത് മഴയൊക്കെ പെയ്ത് പോകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാരവാഹനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അപകടത്തിൽ പെടുന്നത്, ഒരു സഡൻ ബ്രേക്ക് ഇട്ടാലൊക്കെ പെട്ടെന്ന് തെന്നി മറിയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ 4 പേരുടെ കുഞ്ഞു ദേഹത്തേക്ക് ആ വലിയ സിമന്റ് കയറ്റി വന്ന ലോറി മറിയുകയായിരുന്നു. മറ്റൊരു ലോറിയിൽ ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇതിപ്പോൾ ഏത് രീതിയിലായാലും ഈ അനാസ്ഥ ഇതിൽ വലിയ ഒരു വീഴ്ചയായിട്ട് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഈ 4 പേരുടെ 4 കുടുംബങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവുമാണ് മണ്ണിലേക്ക് മടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇന്നലെ വരെ വളരെ
സന്തോഷത്തോടു കൂടി എക്കാലവും എന്നും പോയിക്കൊണ്ടിരുന്നതാണ് ആ വഴി സ്കൂളിലേക്ക്. ഇതുപോലെ തന്നെ കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ അവരുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ച് അവർ പോയ വഴിയിലാണ് ഇങ്ങനെയൊരു ദാരുണമായിട്ടുള്ള അപകടമുണ്ടായത്. അത് ദൗർഭാഗ്യകരമായ എന്ന് പറയട്ടെ, ആ ലോറി മറിഞ്ഞത് നേരെ ഇവരുടെ ദേഹത്തേക്കായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ആ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. ആ കുട്ടിയുടെ അതിൽ ഒരു കുട്ടിയുടെ ഉമ്മ സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു ദുരന്തം, അതായത് നമ്മുടെ ആരൊക്കെയോ ആണ് ഇവർ എന്നുള്ള തോന്നൽ കൂടി നമുക്ക് ഉണ്ടാവുകയാണ്. ഈ 4 കുഞ്ഞുമക്കളും അത്രമേൽ പ്രിയപ്പെട്ട തോഴിമാരായിരുന്നു ഇവർ. ഈ 4 പേരും ചേർന്ന് നിൽക്കുന്ന ചിത്രം നമ്മളുടെ ഉള്ളുലയ്ക്കുന്നുണ്ട്. കാരണം ഓരോ മരണവും ഉണ്ടാകുമ്പോഴും അവരുടെ ഒറ്റയ്ക്കുള്ള ചിത്രങ്ങളാണ് നമുക്ക് പലപ്പോഴും നൽകേണ്ടി വരാറുള്ളത്. പക്ഷെ ഇത് നോക്കൂ, 4 പേരും ഒരുമിച്ച് ചിരിച്ചു നിൽക്കുന്ന ആ മുഖങ്ങൾ, അത് ഇപ്പോൾ നമ്മുടെ മനസ്സിനെ അത്രമേൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്, വലിയ തോതിലുള്ള വേദന നൽകുന്നുണ്ട്. ഈ 4 പേരും ഇർഫാന, ആയിഷ, നിദ, റിദ, അവർ ഇനി ഒരുമിച്ച് കളിച്ച് ചിരിച്ച് സംസാരിച്ച് അവരുടെ കൗതുകങ്ങളും അവരുടേതായിട്ടുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പങ്കുവെക്കാൻ ഇനി അവർ സഹപാഠികൾക്കിടയിൽ ഇല്ല എന്നുള്ള നോവ്. ആ സഹപാഠികൾ ഈ വേദന എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നുള്ളത് അറിയില്ല. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഇനിയിപ്പോൾ അവിടുത്തെ പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് ഈ വിയോഗത്തെ തുടർന്ന്. ഇന്നിപ്പോൾ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകില്ല. അവർ അവരുടെ പ്രിയപ്പെട്ട സ്കൂളിലേക്ക് ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയിലാണ്. ഇപ്പോൾ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഓരോ മൃതദേഹവും. ഒരു അരമണിക്കൂറിന് ശേഷം കരിമ്പയിലെ വീടുകളിലേക്ക് ഈ മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് എത്തും.